ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന് സ്വീകരണവും നൽകി. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ എന്ന നിലയിലും ജനകീയ ഭരണകൂടങ്ങൾ എന്ന നിലയിലും ഗവൺമെൻറ് മുതൽ എല്ലാ തലങ്ങളിലും നമുക്കൊക്കെ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ പോകുന്നതിൻ്റെ ഒരുപാട് ആക്ഷേപങ്ങളും പരാതികളും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നതും നമ്മളെല്ലാം കേൾക്കുന്നതാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ കാര്യക്ഷമതയോടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നമുക്കെല്ലാം വീണ്ടും കടന്നു വരുന്നതിന് ശക്തി പകരുന്നതാകട്ടെ ഈ പരിസ്ഥിതി ദിനാചരണം എന്ന് ആശംസിക്കുന്നു. പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ബ്ലോക്ക് തലത്തിലുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോസ്മോൻ മുണ്ടയ്ക്കൽ, ഷിബി മത്തായി, ആൻ മരിയ ജോർജ്, മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനു ജോർജ്, കടപ്പണാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ജീന സിറേഖ്, കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് OR, കുറവലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാണി, രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KK ശാന്താറാം, ഉഴവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജോസ്, വെളിയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിനി ചാക്കോ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജൂബി തെക്കൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ CT രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സിൻസി ജെയ്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലിസി ബേബി മുളയിങ്കൽ, അഡ്വക്കേറ്റ് ജോസഫ് സെബാസ്റ്റ്യൻ, ബോണി കുര്യാക്കോസ്, രതീഷ് PM, ബാബു തൂമ്പുങ്കൽ, ശോഭ ജെയിംസ് പുല്ലാപ്പള്ളി, മിനി മത്തായി, ബെൽജി എമ്മാനുവൽ, ഡോക്ടർ സിന്ധുമോൾ ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജോർജ് ചേന്നേലി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ S കൈമൾ എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൻ്റെ കവാടത്തിൽ നിന്നും മന്ത്രി മോൻസ് ജോസഫിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിച്ചു.